അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P. രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. നമസ്കാരമുണ്ട്. നമ്മുടെ ഈ ഭരണപക്ഷത്തുള്ള 102 MLA-മാരെ നേരിടാനായിട്ട് ഈ പ്രതിപക്ഷത്ത് ആകെയുള്ളത് LDF-ന്റെ ഒരു 35 MLA-മാരും BJP-യുടെ ഒരു 3 MLA-മാരുമാണ് ഉള്ളത്. ഈ ഭരണപക്ഷത്തുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ ആ പ്രസംഗം കേട്ടുള്ളൂ, ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ. അത് പ്രായഭേദമന്യേ അവർക്ക് 102 പേരുണ്ട്. അതിൽ യുവാക്കളുണ്ട്, മധ്യവയസ്കരുണ്ട്, കുറച്ചും കൂടെ പ്രായം ചെന്നവരുണ്ട്, ഒരുപാട് അനുഭവസ്ഥരുണ്ട്. പല ജാതി മിക്സ് ചേർന്നതാണ് അവരുടെ ആ 102 പേര്. പ്രതിപക്ഷത്താകട്ടെ ഈ ഭരണപക്ഷത്തെ നേരിടാൻ മാത്രം ശക്തരായ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നറിയില്ല. 1, 2, 3 പേരുണ്ടായിരുന്നതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും നിയമസഭ കാണുകയും ചെയ്തില്ല. കമ്മ്യൂണിസത്തെ അധികാരത്തിലെത്താനും അതിനുശേഷം ആ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുമുള്ള മാർഗമായി കാണാതെ കമ്മ്യൂണിസം ഒരു ജീവിത രീതിയാണെന്നും അതൊരു നിത്യജീവിത സമരമാണെന്നും കാണുവാൻ കമ്മ്യൂണിസ്റ്റുകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം കേരളത്തിൽ ഇനി ഉയർത്തെഴുന്നേൽക്കൂ സാർ. ഗോവിന്ദൻ മാഷ് ഈ സഭയിൽ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടമാണ് സാർ. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞത് പാവങ്ങളൊന്നൊരു വാക്കിന് മലയാള നിഘണ്ടുവിൽ ഇല്ലെന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാണ്ടായി. എങ്ങനെയുണ്ട് CR മഹേഷിന്റെ പ്രകടനം? കമ്മ്യൂണിസം എന്താണെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പ്രതിപക്ഷ ബെഞ്ച് നിരയെ നോക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ്സുകാരനായ ഈ യുവ നേതാവ്. വളരെ രസകരമായിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ളതല്ലെന്നും അതൊരു ജീവിത രീതിയാണെന്നും അവരെ ഓർമ്മിപ്പിക്കാൻ ഒരു കോൺഗ്രസ്സുകാരൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ചരിത്രത്തിൻ്റെ ഒരു നിയോഗം. അതിൻ്റെ കൂടെ പാർട്ടി സെക്രട്ടറിയെ ഒരു കുത്തും കുത്തി. ഏത് പാവപ്പെട്ടവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നമ്മുടെ ഗോവിന്ദൻ മാഷ് തന്നെ ഇല്ലാതായി എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. എന്തായാലും വളരെ രസകരമായിട്ടുണ്ട്. നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ വേണ്ട ഒരു ഗുണം ഈ ജനങ്ങളുമായി അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് ആവേശം കൊടുക്കുക, അവർക്ക് വലിയ പ്രതീക്ഷ നൽകുക എന്നുള്ളതൊക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവിനും നേതാക്കൾക്കും വേണ്ട ഗുണം. അത് കുറേ കാലമായി ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സത്യമായ കാര്യം. അതിനകത്ത് അങ്ങനെ ആവേശം കൊടുക്കുന്ന നേതാക്കളേ ഇല്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് VS അച്യുതാനന്ദനൊക്കെ വലിയ ജനകീയ നേതാവായിരുന്നപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളായിട്ട് പോലും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുമായിരുന്നു. കാരണം അദ്ദേഹം സത്യത്തിൻ്റെ കൂടെയും നീതിയുടെ കൂടെയും നിൽക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഒരുപക്ഷെ പിണറായി വിജയൻ നല്ല ഭരണാധികാരിയായിരുന്നിരിക്കാം, നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നിരിക്കാം, ഒരുപക്ഷെ പഴയ കാലത്ത് ആവേശം കൊടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ആളായിരുന്നാൽ പോലും എന്തുകൊണ്ടോ ഈ ഭരണത്തിലേറിയ പിന്നെ ആ രീതിയിൽ വലിയ തോതിലുള്ള ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു നേതാവായിരുന്നില്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ്. വളരെ അച്ചടിച്ച ഭാഷയിൽ നിർത്തി പ്രായാധിക്യമൊക്കെ ആയിരിക്കാൻ കാരണം. പക്ഷെ അതൊന്നും ജനത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഒരേപോലെ അച്ചടിച്ച ഭാഷ, അതേ പ്രസംഗം എല്ലാ സ്റ്റേജിലും പോയി ആവർത്തിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിക്കുകയും ചെയ്തു. ഒരിടത്ത് പ്രസംഗിച്ചാൽ തന്നെ അത് നമ്മുടെ മീഡിയ മുഴുവൻ, കേരളം മുഴുവൻ, ലോകം മുഴുവൻ കാണിക്കും. അത് തന്നെയാണ് അടുത്ത സ്ഥലത്ത് പോയിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നത്. വികസനം അത് ചെയ്തു, നാഷണൽ ഹൈവേ ഇത് കൊണ്ടുവന്നു, തീരദേശ ഹൈവേ കൊണ്ടുവന്നു, മലയോര ഹൈവേ കൊണ്ടുവന്നു, വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നു, ഇടമൺ ഹൈവേ ഹൈപ്പവർ കണക്ടിവിറ്റി കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞ് 5 ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്തു എന്നുള്ള കഥ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടും ജനം അതിനൊന്നുമല്ല പ്രാധാന്യം കൊടുത്തത്. ജനങ്ങളുമായിട്ട് വളരെ ചടുലതയോടെ കാര്യഗൗരവമായി വളരെ നല്ല അവർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജോടുകൂടെ നുണയാണെങ്കിൽ പോലും അത് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആരൊക്കെയാണെന്നൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അത് പറയുക, ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ പോലും ഈ നിയമസഭയിലും ആ രീതിയിലാണ്. ഒരു തണുപ്പൻ വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കാര്യം അവതരിപ്പിച്ചാൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. ആ കാലം കഴിഞ്ഞുപോയി. ന്യൂജന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിവേഗത്തിൽ കാര്യങ്ങൾ സാധിക്കേണ്ട കാലഘട്ടത്തിൽ, പഴയ ഒരു 50-60 വയസ്സുള്ളവരുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയം പറഞ്ഞാൽ ഇനി ഈ നാട്ടിൽ നടപ്പില്ല എന്നുള്ളത്
തിരിച്ചറിയണം. പ്രത്യേകിച്ചും ഇടതുപക്ഷവും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇന്ന് ഭരണത്തിലുള്ളവരും അത് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് 102 അംഗ സംഖ്യയിൽ ഇതിൻ്റെ എല്ലാ കഴിവുകളുമുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ നായകൻ തന്നെയാണ് ഇന്നത്തെ പ്രതിപക്ഷത്തെ അതിസമർത്ഥമായി നേരിടുന്ന ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടും. അത് കണ്ട് പ്രതിപക്ഷം നാളേക്ക് പഠിച്ചാൽ അത് അവർക്ക് നല്ലത് എന്ന് മാത്രം പറയട്ടെ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഒരു ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ് സർ. നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പൊ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയുന്നത്? നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഏത് നടപടിക്രമമാണ്, ഏത് ആക്ടാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് സതീശൻ നേതാവിന്റെ മിടുക്ക്. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന കണക്കിന് അപ്പ കൊടുക്കുന്ന മറുപടി കേട്ടോ നിങ്ങൾ. ഇതുപോലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തും അതിസമർത്ഥമായി എത്രയെത്ര നുണകൾ പറഞ്ഞ് ഈ ജനങ്ങളെ വിശ്വസിപ്പിച്ചു. അതൊക്കെ ജനങ്ങൾ വിശ്വസിച്ചു. അന്നൊക്കെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് LDFന്റെ ഭാഗത്തു നിന്നും അന്നത്തെ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു നേതാവ് ജനങ്ങളെ വശീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ആകെ ഉണ്ടായിരുന്നത്. സ്വരാജ് അവസാന ദിവസങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ടിനെ പറ്റി ശവം തൂക്കികൾ എന്ന് പറഞ്ഞ ഒരേ ഒരു പ്രസ്താവന മാത്രമാണ്. ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളത് ഈ പിണറായി വിജയൻ എന്ന ഏക നേതാവ് ഒരേ ശൈലിയിൽ എല്ലായിടത്തും പ്രസംഗിച്ച അച്ചടി ഭാഷയിലുള്ള കുറച്ച് പ്രസംഗം മാത്രമായിരുന്നു. അത് ജനങ്ങളിട്ട് ഏറ്റെടുത്തതുമില്ല. മറുപക്ഷത്താകട്ടെ VD സതീശൻ മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വശീകരിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ജൻസി പിള്ളേരോടൊക്കെ എന്താ പറഞ്ഞ, മോഡിഫിക്കേഷനിലെ ഞങ്ങൾ വന്നാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇപ്പം അതിൻ്റെ സ്ഥിതി മനസ്സിലായോ? ഇനിയിപ്പോൾ 5 കൊല്ലത്തിന് ഭരണം കയ്യിൽ കിട്ടിയില്ലേ, ഒരു മോഡിഫിക്കേഷനും സാധ്യമല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? 18 മോഡിഫിക്കേഷൻ അനുവദിച്ചു അത്ര MVD. എല്ലാം ഇപ്പോൾ ഉള്ളത് തന്നെയാണെന്നാണ് പറയുന്നത്. പറഞ്ഞു വഞ്ചിച്ചു എന്നൊക്കെയാണ് ഇപ്പം ജൻസി പിള്ളേർ പറയുന്നത്. അത്രേ അറിയില്ല, അത് അവർ തന്നെ നേരിട്ട് പറയട്ടെ. ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ പോയിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? 21,000 രൂപ വേണമെന്ന് സമരം ചെയ്ത് അവരോട് പറഞ്ഞെന്താ? നിങ്ങളുടെ ഡിമാൻഡ് ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ ഞങ്ങൾ വന്നാൽ അംഗീകരിക്കുമെന്നാണ്. അവിടെ തന്ത്രപൂർവ്വം 21,000 രൂപ എന്നുള്ളത് മറച്ചു വെച്ച് നിങ്ങളുടെ ഡിമാൻഡ് എന്ന് വെച്ചതോടുകൂടെ ഈ ആശാവർക്കർമാർക്ക് ആദ്യത്തെ മന്ത്രിസഭയിൽ 3,000 രൂപ കൂട്ടിക്കൊടുത്തു. എന്തെങ്കിലും എതിർക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞിരുന്നോ 21,000 രൂപ ആക്കാമെന്ന്? പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിക്കുക എന്നല്ലേ പറഞ്ഞുള്ളൂ. 3,000 രൂപ കൂട്ടിക്കൊടുത്തല്ലോ. ഇതാണ് അതിസമർത്ഥനായ സതീശൻ്റെ കഴിവ് എന്ന് നമ്മളിവിടെ തിരിച്ചറിയണം. ഇതുപോലെ തന്നെയാണ് സതീശൻ സാർ വീടാന്തരം കയറി എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കുടുംബസമേതം എത്ര ദൂരം വേണമെങ്കിൽ ഏതിലൊക്കെ വേണമെങ്കിൽ ഏത് ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്നും ഇനി ഇവിടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാമെന്നും സ്ത്രീകളോട് പറഞ്ഞപ്പോൾ ആവേശപൂർവ്വം സ്വീകരിക്കുകയും വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എന്താ പറഞ്ഞു കേൾക്കണത്? ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതാണ് രാഷ്ട്രീയ നേതാക്കളുടെ കഴിവ്. അവരെ വിശ്വസിപ്പിക്കാൻ കഴിയുക, ആവേശത്തോടു കൂടെ പറഞ്ഞ് അവരുടെ വോട്ട് കൈക്കലാക്കാൻ കഴിയണം എന്നുള്ളവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ആ ആവേശം കൊള്ളിക്കുന്നത് പഴയ ഒരു 50 വയസ്സിന് മുമ്പുള്ള തലമുറയോട് സംസാരിക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചാൽ ഇന്ന് രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിക്ക് നിലനിൽപ്പില്ല. അതാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന നമ്മുടെ കോക്രോച്ച് പാർട്ടി ഉണ്ടല്ലോ. കേവലം ഒരൊറ്റ രാത്രി കൊണ്ട് 2.5 കോടി ജനങ്ങളാണ് ആ പാർട്ടിയിൽ അംഗത്വമെടുത്തതെന്ന് പറയുന്നു. അത് ഇന്ന് അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ അനന്തരഫലം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് CPM പോലുള്ള പാർട്ടിക്കൊക്കെ ഇനി ഇവിടെ നിലനിൽപ്പുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പരിപാടികളിൽ, നിങ്ങളുടെ അപ്രോച്ചുകളിൽ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അതിന് കഴിവുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരണം എന്ന് മാത്രം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.